പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാത സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ കർത്താവ് ഒരുക്കിയ മഹാഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ദൈവത്തിൻ പൈതലേ, ക്ലേശിക്കാവേണ്ട നീ, നിൻ ദൈവം ശക്തനാം ദൈവം ദാ. ദൈവത്തിൻ പൈതലേ, ക്ലേശിക്കാവേണ്ട നീ, നിൻ ദൈവം ശക്തനാം ദൈവം ദാ. കളിമണ്ണിനാൽ നിന്നെ സൃഷ്ടിച്ച ദൈവം താൻ, നിന്നോടെ ദൈവമെന്നോർക്ക നീ. മിസ്രയീമിൽ അടിമയിൽ നിന്ദൂതൻ മക്കളെ വിടുവിച്ച വൻകരം ഉള്ളവൻ. ദൈവത്തിൻ പൈതലേ, ക്ലേശിക്കാവേണ്ട നീ, നിൻ ദൈവം ശക്തനാം ദൈവം താ. ഈ ദൈവത്തിന്റെ ഗിഫ്റ്റായിട്ട് ഈ പകൽ നമുക്ക് കാണാം. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന, നമ്മെ കൈപിടിക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥനയോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് കടന്നു വരാമല്ലോ. അല്പനിമിഷം ഈ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 64-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. 64-ാമത്തെ വേദാംശം. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. പുതിയ നിയമത്തില് ഏറ്റവും വലിയ അധ്യായമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം. വൈദ്യനായ ലൂക്കോസ് ഈ പുസ്തകത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരപ്പെടുമ്പോൾ യേശുവിൻ്റെ ചിത്രീകരിക്കുന്ന ഈ സുവിശേഷം വലിയ അനുഗ്രഹത്തിലേക്കും തികഞ്ഞ ദൈവാശ്രയത്തിലേക്കും കടന്നു വരപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാമല്ലോ. 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ദൂതൻ അവനോട് പറഞ്ഞു, സെക്രിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ് 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ തുടങ്ങുന്നത്. എന്നാൽ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ദൂത കേട്ടോ, ഈ പുസ്തകത്തിൽ മുഴുവൻ ദൂത. ഈ ഒറ്റ അധ്യായത്തിനകത്ത് 100 കണക്കിന് ദൂതുകൾ ഇതിനകത്തുണ്ട്. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കില്ല, അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. കണ്ടോ, ഉദരത്തിൽ വച്ച് തന്നെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിച്ചിട്ട്. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ എന്ത് ലഭിക്കും? ഒരു ശക്തി ലഭിക്കും. എന്തിനാ ശക്തി? പ്രാർത്ഥിക്കാൻ, അല്ലാതെ അപ്പുറത്തവന്റെ അതിര് മാന്താനല്ല. എന്തിനാ ശക്തി? കർത്താവിന്റെ വേല ചെയ്യാൻ. സ്തോത്രം. ഹല്ലേലൂയ.
എന്തിനാ ഈ ശക്തി? ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഓടുവാൻ. സ്തോത്രം. എന്തിനാ ഈ ശക്തി? വചനം പ്രസംഗിക്കാൻ. എന്തിനാ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി? പ്രാർത്ഥിക്കാൻ. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നത്? പാടുവാൻ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് ആമേൻ ഒരു പ്രത്യേകതയുണ്ട്. അവർ ഈ പറയപ്പെട്ട ഒന്നിലും മുമ്പിൽ വരത്തില്ല. സ്തോത്രം. പിന്നെ തല്ലി പഴുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ചെയ്യും. പക്ഷെ അത് ശാശ്വതമല്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് വേണം? പരിശുദ്ധാത്മാവ് നിറയണം. ആമേൻ. ഈ പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇറങ്ങി വരുമ്പോഴാണ് ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. ഉണ്ടോ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനാണ് ആമേൻ യോഹന്നാനാണ് യേശുവിനെ സ്നാനപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. പുരോഹിത കുടുംബത്തിനകത്ത് പുരോഹിതന്റെ പ്രാർത്ഥനയിൽ, പുരോഹിതന്റെ ശുശ്രൂഷയിൽ, പുരോഹിതന്റെ ആമേൻ മുഴങ്കാൽ നിന്നുള്ള പ്രാർത്ഥന, പുരോഹിതന്റെ സമർപ്പണം, ആ പുരോഹിതന്റെ ആമേൻ സ്തോത്ര ദൈവത്തോടുള്ള ആ ഒരു ആമേൻ അഭേദ്യമായ ബന്ധം, ഇതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആത്മാർത്ഥതയുണ്ടോ എന്ന് സ്വർഗം നോക്കും. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടോ എന്ന് സ്വർഗം നോക്കും. ആമേൻ. എന്നിട്ടാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നിറയും. ആമേൻ. എന്നാൽ 16-ാമത്തെ വാക്യം പറയുന്നു, അവൻ ഇസ്രായേൽ മക്കളിൽ സ്തോത്രം പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരും. ഹല്ലേലൂയ. തിരിച്ചു വരുത്തും. ഹല്ലേലൂയ. ആരെ? ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നു, സർപ്പസന്തതികളെ, വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് തിരിച്ചു വരണം. ഹല്ലേലൂയ. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാ പറയുന്നേ, എന്താ? സർപ്പസന്തതികളെ എന്നുള്ള ശബ്ദം ഇവനിൽ നിന്ന് പുറപ്പെടും. ഇവൻ പലരെയും തിരിച്ചു വരുത്തും. ഇസ്രായേൽ പലരും തെറ്റിപ്പോയി. ഇസ്രായേൽ യാഗങ്ങൾ മുടങ്ങി, പ്രാർത്ഥനകൾ മുടങ്ങി, ആരാധനകൾ മുടങ്ങി, വചനധ്യാനം മുടങ്ങി. അവരുടെ സന്നിധിയിൽ ഇരിക്കുന്നില്ല, അവരുടെ സന്നിധിയിൽ പാടുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, വിശുദ്ധിയിലും വേർപാടിലും സഞ്ചരിക്കുന്നില്ല. ഹല്ലേലൂയ. അവര് ഉപവസിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. അവരെ നോക്കി, അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, അവരെ കുറവിനെ ഉണർത്തി തിരിച്ചു കൊണ്ടുവരുവാൻ, ആമേൻ, നിന്നിൽ നിന്നൊരു തലമുറയെ ഞാൻ പുറപ്പെടുവിക്കും. സെക്കറിയാവേ, കണ്ടോ? ദൂതങ്ങനെയുണ്ട്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് നോക്കിക്കേ. 17-ാം വാക്യം പറയുന്നു, അവൻ അപ്പോസ്തലന്മാരുടെ ഹൃദയങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, മക്കളിലേക്കും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ, ആമേൻ, ബന്ധത്തിലേക്കും തിരിച്ചുകൊണ്ട്, ആമേൻ, ഒരു ഹല്ലേലൂയ ദൈവപ്രവർത്തിക്കായി ദൈവം ഇവരെയൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവരും. ആമേൻ. ഏലിയാവിന്റെ ആത്മാവിനോടും ശക്തിയോടും കൂടെ നടക്കും. ഹല്ലേലൂയ. ഏതാത്മാവാ? ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. അപ്പോ പരിശുദ്ധാത്മാവുള്ളവന്റെ മേൽ എന്തില്ല? ഭയമില്ല. പ്രസംഗിക്കാൻ ഭയമില്ല, പാടാൻ ഭയമില്ല, പ്രബോധിപ്പിക്കാൻ ഭയമില്ല, പ്രാർത്ഥിക്കാൻ ഭയമില്ല, ആമേൻ, ആരാധിക്കാൻ ഭയമില്ല,
സുവിശേഷം അറിയിക്കാൻ ഭയമില്ല. എന്താ അവൻ്റെ അകത്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അവൻ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയക്കത്തില്ല. സ്തോത്രം. അതാണ് പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉദരത്തിൽ, അമ്മയായ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന് സകല കൃപാവരങ്ങളും പ്രാപിച്ച്, സകല കാർമ്മിക ശുശ്രൂഷകളും പ്രാപിച്ച് താൻ ആ ഉദരത്തിൽ നിന്ന് പുറത്തു വരികയാ. ഇന്ന് പകലിൽ ശമനപരകഥന വൈടകരാജകൽക്കനാദി ചൂടമാന വൈടമാന ചൂടവമ്പരംബവമ്പ ദീരപുറ ശൈഡമാന ചന്തർക്കമനപരകഥ ശൈഡമരാജകൽക്കനാദി ചൂടമാന വൈടമാന ചൂടവമ്പരംതരം ദരേതരത്തു രാജവൈടവത്തുരാജ വൈഡേരകഥ. ഇന്ന് പൽക്കാലം ഒരു ആത്മനിയോഗം ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയിൽ വ്യാപരിക്കുന്നുണ്ട്. ഈ മെസ്സേജ് ദൈവവൈതലേ, നിന്റെ മേൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഇതിനെ പുറകിലോട്ട് വലിക്കുന്ന അന്യാരാധന ശക്തികളെ ദൈവാത്മാവ് തകർത്തുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാൻ നിയോഗം പ്രാപിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് പലപ്പോഴും ഈ മെസ്സേജ് തട്ടിമാറ്റിക്കളയാറില്ലേ? അല്ലേ? ഇതൊക്കെ എന്തിനാ കേൾക്കുന്നത്? ആമേൻ, സ്തോത്രം. എന്നാ ഇവിടെ നോക്കൂ, അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. 18-ാം വാക്യം പറയുന്നു, സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ ഏതിനാൽ അറിയാം? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിലതൊക്കെ ചെയ്യും കേട്ടോ. എൻ്റെ കർത്താവിന് ഒന്നും അസാധ്യമായതില്ല. എൻ്റെ അഭിഷത്തയെ ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് ഒന്നും അസാധ്യമായതില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണോ? 19-ാം വാക്യം പറഞ്ഞു, ദൂതന അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതൻ, 20-ാം വാക്യം പറയുന്നു, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാത്ത ഊമനായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? നീ എനിക്കുള്ള സംസാരിക്കുകയെന്ന് വേണ്ട. നീ സംസാരിക്കുന്നതല്ല, റോങ് ആണ്. നീ ഇനി സംസാരിക്കണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾ, ചില മാസങ്ങൾ അവൻ സംസാരിക്കാതിരുന്നു. ആംഗ്യഭാഷയോടുകൂടി ആരാധന നടത്തി. അപ്പൊ സംസാരിക്കാതെയും പുരോഹിതൻ ആരാധന നടത്തും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, സംസാരിക്കേണ്ടടുത്തേ നീ സംസാരിക്കാവൂ. സംസാരിക്കേണ്ടവരോട് നീ സംസാരിക്കാവൂ. ഇല്ലാത്തവരോട് നീ സംസാരിക്കരുത്. നിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ 64-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ഉടനെ അവന്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഇത് പകലിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഴ്ത്തത്തം ചെയ്തവൻ വിശ്വസ്തൻ. പരിശുദ്ധനായ ദൈവമേ, അപ്പാ, ഇന്ന് പകലിൽ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പാ. അനേകർ വാഴ്ത്തത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വിദേശത്തും സ്വദേശത്തും പല രാജ്യങ്ങളിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, വ്യക്തികൾക്ക് പലർക്കും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും. ആമേൻ. ദൈവം അവർക്ക് തലമുറകൾ നൽകി പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ചില കുടുംബങ്ങളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തിരുമുമ്പിൽ പിന്നെയും മുട്ടുമടക്കുവോളം കർത്താവ് ഞങ്ങളെ താങ്ങും. ഞങ്ങളുടെ സകല ആവശ്യത്തെക്കാൾ അങ്ങ് മതിയായവനാണല്ലോ. ഞങ്ങളുടെ എല്ലാ ആവശ്യത്തെക്കാൾ അങ്ങ് മതിയായവൻ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുന്നു. പാടുവാൻ തന്നെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ കർത്താവെ, പിന്നെയും ബലപ്പെടുത്തണം, കൃപയിൽ പൊതിയും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.